ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ മച്ചാൻ ഗെയിംസ് H.0. നമ്മൾ മച്ചാൻ ഗെയിംസ് H.0യിൽ കളിക്കുന്നത് ബസ് സിമുലേറ്ററാണ് ഗായ്സ്. വേറെ ഗെയിമൊന്നുമല്ല, വേറെ ഗെയിമില്ല, നമ്മൾ കളിക്കുന്നില്ല ഗായ്സ്. ഇപ്പോൾ നമ്മൾ ബസ് സിമുലേറ്ററാണ് കളിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു ട്രിപ്പ് ഇടുന്നുണ്ട് ഗായ്സ്. സ്കൂൾ ട്രിപ്പാണ്. പിള്ളേരാണെങ്കിൽ ഗായ്സ് ഇവിടെ നല്ല മൈതാനമൊക്കെ ഉണ്ടല്ലോ. സ്കൂൾ ട്രിപ്പാണ്. പിള്ളേരാണ് ബുക്ക് ചെയ്തേക്കുന്നത്. പിള്ളേർ നമ്മളെ അവിടെ വന്ന് നോക്കിയപ്പം അവർക്ക് ജിന്ന് മതി, ജയഗുരു ജിന്ന് മതി ഗായ്സ്. അവർക്ക് ജയഗുരു ജിന്ന് മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ ജയഗുരു ജിന്ന് സെറ്റാക്കി. അവർ പൈസയൊക്കെ തന്നെ എല്ലാം സീനാക്കി അവരെ. പക്ഷേ അവരുടെ സ്ഥലം കൊല്ലം ആ ഒരു ഭാഗമാണ്. എന്നിട്ട് നമ്മൾ പോകുന്നില്ല. ഇപ്പം അവരെ നമ്മൾ ഇവിടെ തൃശ്ശൂർ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അവർ വേറൊരു വണ്ടിയിൽ, ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, മൂൺലൈറ്റ് എങ്ങാണ്ടാന്നാ തോന്നുന്നത്. തൃശ്ശൂർ ഇവിടെ അവിടെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഉള്ളതെന്ന് വെച്ചാൽ തൃശ്ശൂർ കോട്ടോസിൻ്റെ അടുത്താണ് ഗൈസ്. കോട്ടോസിലാണ് നമ്മളെ വണ്ടി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നിർത്തിയിട്ടേക്കുന്നത്. അവർ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഗൈസ് ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നതെന്നും പറഞ്ഞ് നമുക്ക് അവിടുന്ന് പിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ഗൈസ് നേരെ നമുക്ക് സ്ഥലത്തോട്ട് അവരെയായിട്ട് ട്രിപ്പ് പോയാൽ മതി. നമ്മളെ തൃശ്ശൂരും വേറെ ഒത്തിരി സ്ഥലങ്ങളൊക്കെയാണ്. കുറച്ച് ലോങ് വീഡിയോ ഒക്കെ ആയിരിക്കും ഗൈസ്. ചിലപ്പോൾ എന്തായാലും പാർട്ട് 2 ഒക്കെ ഇടേണ്ട കാര്യം വരും. ചിലപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ചുള്ള സ്റ്റക്കായി പോയി വീട് നിന്ന് പോയെന്നൊന്നും പറയലും ഗൈസ്. ക്യാമറയ്ക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ചെറുക്കൻ ജയഗുരു ജിന്ന് ഇവിടെ കിടക്കുന്ന ഗൈസ് കണ്ടോ. നമ്മളെ കോട്ടേഴ്സിൻ്റെ മുമ്പിലാണ്. കോട്ടേഴ്സ് കണ്ട്, ഇതാണ് നമ്മളെ കോട്ടേഴ്സ്. നമ്മളെ ചെറുതാണ് ഇവിടെ മുമ്പിൽ കിടപ്പുണ്ട് ഗൈസ്. ജയഗണേഷ് എന്നൊക്കെ എഴുതി മാസമല്ലേ ഗൈസ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മളെ പിള്ളേർക്ക് ഇത് മതിയെന്ന് പറഞ്ഞ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് കൂട്ടപ്പനാക്കി എല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഒരു ഗായ്സ് ഞാൻ മെയിനായിട്ടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗായ്സ്, വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഈ സൗണ്ട് കറക്റ്റ് പോയി വരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കറക്റ്റ് ആവണമെന്നില്ല. ഞാൻ പറയുന്ന പലതും നിങ്ങൾ കേൾക്കത്തില്ല, ഒരു ഏരപ്പ് പോലെ അങ്ങ് പോത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഫസ്റ്റ് തന്നെ ഞാൻ ക്ഷമ വഹിക്കുന്നു. അപ്പോൾ ഗായ്സ് വീഡിയോ നല്ല രീതിയിൽ എൻട്രി പറഞ്ഞ സമയം കളഞ്ഞ് നമുക്ക് നേരെ ഇനി സമയം കളയേണ്ട, വണ്ടി ഓണാക്കി നമുക്ക് വിടാം ഗായ്സ്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. വന്നപ്പോൾ തന്നെ ഒത്തിരി ശകനമായിട്ട് വന്നിട്ടുണ്ട്. ഗൈസ് വണ്ടി വരുന്നതൊക്കെ നോക്കണം ഗൈസ്. ഗൈസ് അവിടെ പോകുന്നേരം വരെയൊക്കെ ഇരിക്കാതെ നമ്മൾ സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകണം. കാരണം വണ്ടി വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് പയ്യെ നമുക്ക് ഇറക്കാനും പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. വണ്ടി വരുന്നത് ഗൈസ് ഇവിടെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിലാണ്. നമ്മൾ മൂൺലൈറ്റാണ് അവർ പറഞ്ഞേക്കാം. മൂൺലൈറ്റാണ് അവിടെ കൊണ്ട് ഇറക്കിയത്. നമ്മളല്ലാതെ വേറെ കൊല്ലം വണ്ടിയാണ് ഗൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. മൂൺലൈറ്റ്, മുരഹര അതൊക്കെ കൊല്ലം വണ്ടിയാണ് ഗൈസ്. കൊല്ലത്തെ അമ്മമാരാണ് ഗൈസ് അവരൊക്കെ. നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നല്ല വൈകുന്നുണ്ട്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ പറഞ്ഞ ബസ് സ്റ്റോപ്പ് ഇതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പിള്ളേർ കയറ്റാം. നമ്മളെ കൊല്ലം പിള്ളേരാണ്, പറയേണ്ട ആവശ്യമില്ല. സീനായിരിക്കും. അപ്പോൾ ഈ ട്രിപ്പ് മാസമായിരിക്കും, ട്രിപ്പായിരിക്കും ഗൈസ്. നമ്മളെ കൊല്ലം പിള്ളേരല്ലേ എന്നൊക്കെ അറിഞ്ഞൂടെ.
നമുക്ക് സ്കിപ്പ് അടിച്ച് വരാൻ കയറാം. ഗൈസ് വരുന്നില്ല. അപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. എന്താണ് ബ്ലാക്ക് എന്താണ് പ്രശ്നം കൊണ്ടുവന്നത്. നമുക്ക് വണ്ടി എടുക്കാം. ഇവിടെ പോയാലും മാസേ പിടിക്കത്തുള്ളൂ. ഏത് വൈബ് ഗൈസ്, സമ്പാര വൈബ്. ഇവിടെ പോയാലും മാസം. ഗൈസ് നമ്മളെ വീഡിയോ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് അടുത്തവൻ ഇറക്കിയില്ല. വീഡിയോ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഗൈസ്. വെറുതെ ഒന്ന് ഞെക്കിയ പോരെ, വലുതായിട്ട് എന്തോ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തോ ഗൈസ്. നിങ്ങൾ ആരും ഗൈസ് ബ്ലോക്കാണ് ഗൈസ്. സിഗ്നലാണ്, എന്തായാലും ഒരു സിഗ്നലെങ്കിലും പാലിക്കണം ഗൈസ്. കിടക്കട്ടെ ഗൈസ്. അത് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എന്ത് പറ്റി? ഒന്ന് വെറുതെ ടച്ച് ചെയ്താൽ പോരെ ഗൈസ്. ഇപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ടച്ച് ചെയ്തൊക്കെ വെറുതെ ഒന്ന് നെക്കിയാൽ പോരെ ഗൈസ്. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്, നോക്കാണ് ഗൈസ്. ഇച്ചിരി ലോങ് ട്രിപ്പാണ് ഗൈസ്. കാണിച്ച് ബോറാക്കുന്നില്ല ഞാൻ. ഇച്ചിരി സ്കിപ്പ് ചെയ്ത് കളയാം. അവിടെ എത്തുമ്പോഴേക്ക് നമുക്ക് സെറ്റാക്കി എല്ലാം മാസത്തിലേക്ക് വെക്കാം ഗൈസ്. നല്ല കായലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഇത്രയും ബോറടിക്കുന്നില്ല, ഇച്ചിരി സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ചിന് നല്ല രീതിയിൽ ഓടി എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നല്ലൊരു കയറ്റവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നോട്ടോ ട്രിപ്പെന്ന് വെച്ചാൽ നമ്മൾ ഊട്ടിയാണ് ഗൈസ്. ഊട്ടി ട്രിപ്പാണ് ഗൈസ്. നല്ല കയറ്റം. ഊട്ടിയുടെ ആ കയറ്റമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അമ്മാരി കയറ്റം, ഊട്ടിയുടെ ആ ഒരു കയറ്റം. ഇവരാരും ഒന്നും കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പം ഇവിടെ എന്തെങ്കിലും ഒരു ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്നിട്ട് ഈ കയറുന്ന ഇടയ്ക്ക് വെച്ചേ ഉള്ളൂ. ഇനി ആ തോട്ടത്തിൽ കയറിയാൽ അവിടെ എത്തുന്നതിന് മുമ്പേ നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കാണത്തില്ല ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ഇട്ട് ഏതായാലും ഒരു ഫുഡ് അടിക്കുന്ന സ്ഥലം പിടിക്കണം കേട്ടോ ഗൈസ്. ഇവിടെ ഇട്ടാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫുഡ് അടിക്കുന്ന സ്ഥലം പിടിക്കണം. കാരണം ഊട്ടിയാണ് ഗൈസ്. ഊട്ടിയാണോ ട്രിപ്പ് അവർ പറഞ്ഞേക്കാമോ? ഊട്ടിയാണ് ട്രിപ്പ് പറഞ്ഞേക്കുന്നത്. അറിയാമല്ലോ ഗൈസ് ഊട്ടിയാന്ന്. ഊട്ടിയിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു ആ ചുരം കയറ്റവും ചുരം ഇറക്കവും. പിന്നെ ഇവർ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പം അതോട്ട് പോയാൽ പിന്നെ എന്തുവാ, നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടാൻ പാടാ ഗൈസ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ റെസ്റ്റോറൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. അതാണ് ഞാൻ എത്രയും പയ്യെ വിടുന്നത്. ഇനി അവിടെ ചെല്ലാതെ നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഗൈസ് ഇപ്പോൾ പോവാം, നമുക്ക് നോക്കാൻ പോയി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ആ റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ടാകും. പെട്ടെന്ന് വിടാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഓടി എത്തി ഗൈസ്. അപ്പോൾ ആ ഊട്ടിയുടെ ആ സ്ഥലവും ഭംഗിയും അതൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഊട്ടിയൊക്കെയാണ് ഒരു വൈബ്. ഏത് വൈബ്? ആ ഊട്ടിയുടെ വൈബൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ ഇച്ചിരി ഓടി കയറി ഗൈസ്. കാരണം അവിടെ നിന്ന് ഹോട്ടൽ നോക്കിയിട്ട് നല്ല ഹോട്ടലൊന്നും കണ്ടില്ല. ഇവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ല ഗൈസ്. എന്ത് ചെയ്യാനാണ്, വേറെ പണിയായല്ലോ ഗൈസ്. നോക്കാം, അവിടെ എന്തായാലും ഇത്തിരി സ്പീഡ് കിട്ടുമോ? അതിന് സൗണ്ടൊക്കെ ഇനി ക്ലിയർ ആവുന്നൊന്നും ഒരു പ്രതീക്ഷയില്ല ഗൈസ്. ഗൈസ് എന്തായാലും ഈ ഒത്തിരി നേരം കൊണ്ട് വാഷ്റൂമിൽ പോകണമെന്ന് പറയുന്നത് കേട്ടു ഗൈസ്. എന്തായാലും ഇവർ ഒത്തിരി നേരം കൊണ്ടേ വാഷ്റൂമിൽ പോകണമെന്ന് പറയുന്നത് കേട്ട്. നമ്മൾ പെട്രോൾ പമ്പിലോട്ട് കയറ്റിട്ടുണ്ട്. ഇവിടെ അങ്ങ് നിർത്താം, ഇവിടെ വിടാം. പിന്നെ ഇനി അന്നോട്ട് പോയാൽ ഇനി പെട്രോൾ പമ്പൊക്കെ കിട്ടുമെന്ന് അത് നമ്മൾ കിട്ടുന്ന രക്ഷയില്ല ഗൈസ്. കാരണം എന്തായാലും നമ്മൾ ഇത്ര ദൂരം എത്തി. നേരത്തെ ആ ഫുഡ് ഇറക്കി വന്ന് അത്രയും അത് പണിയായി പോകും. അതുകൊണ്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ഗൈസ്. അതുകൊണ്ട് അവിടെ വാഷ്റൂം എന്തെങ്കിലും കയറണം, ഇവിടെ കയറിട്ട് വിചാരിച്ചാൽ പെട്രോൾ പമ്പിൻ്റെ അവിടെ കയറാമെന്ന് ഗൈസ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവരത് പറയാം എന്തെങ്കിലും വാങ്ങിക്കുന്നെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ച് കഴിച്ചോളാൻ. ഞാൻ അങ്ങോട്ടൊക്കെ പോയാൽ കട ഉണ്ടെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കിട്ടിയാൽ നിർത്തണം. വയറൊക്കെ കരിയോ ഗൈസ്. ഇവിടെ ഹോട്ടലും ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ഹോട്ടലല്ല, ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ ഗൈസ്? നല്ല ഭംഗിയുള്ള സ്ഥലം. വന്നിട്ട് പോയി അതിൻ്റെ ഭംഗിയെന്ന് ആസ്വദിക്കാം ഗൈസ്. തിരിച്ചു വരുമ്പോൾ നമ്മളെ കാണത്തില്ല, നമ്മൾ ഓക്കെ കിടക്കുക. എന്താ ഗൈസ്, നല്ല ഭംഗിയില്ലേ? ഓക്കെ ഗൈസ്, ഉണ്ടാ ഗൈസ്, നല്ല ഭംഗി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, നല്ല ഭംഗിയില്ലേ ഗൈസ്? അപ്പോൾ അവിടെ നിന്ന് പോവാം ഗൈസ്.
ഗൈസ് എനിക്ക് ആ പനി ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. നമ്മളെ ചിറക്ക അവിടെ കിടപ്പുണ്ട്, കാണാനൊരു ലുക്ക് ചന്തം മാസാണ് ഇല്ലേ. കയറാം, സമയമില്ല. നമുക്ക് പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങാൻ ഇനിയും വീഡിയോ വൈകിപ്പിച്ചാൽ നല്ല നല്ല ദൂരമായി പോകും ഗൈസ്. ഇനിയും വീഡിയോ വൈകിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ തീർക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി എല്ലാം എന്നെ കൊണ്ട് ഗൈസ് ഇത് ഇനിയും വീഡിയോ വൈകിപ്പിച്ച മുട്ടൻ അതായി പോകും ഗൈസ്. ഇനി ഞാൻ വീഡിയോ കട്ട് ചെയ്ത് പകുതി എന്നെ കൊണ്ട് എന്തായാലും എടുക്കാൻ ശ്രമിക്കുന്നില്ല, കാരണം ചുരമൊക്കെ കയറുവാണ് ഗൈസ്. അപ്പം വീഡിയോ കട്ട് ചെയ്ത് പകുതിയൊക്കെ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. നമുക്ക് നേരെ എടുക്കാം ഗൈസ്, പോവാം. അപ്പം ഇനി ഇന്ന് സമയം കളയണ്ട ഗൈസ്. നമുക്കൊന്നോട് കയറാം. ഫുഡ് വല്ല ഹോട്ടലിലൊക്കെ ഉണ്ടാകും, നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും നടന്ന് കയറാം. ഗൈസ് എന്തായാലും നമ്മൾ കയറിയിട്ട് നമ്മൾ നോക്കാം, സംസാരിക്കാം. എന്തായാലും സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് കയറാം ഗൈസ്. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ പമ്പിൽ നിന്നൊക്കെ ഇറങ്ങി ചെയ്യാൻ പോകുന്നു ഗൈസ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒന്നും ഒറ്റ ഹോട്ടലില്ല ഗൈസ്. പെട്ട് ഗൈസ് കൊടകി ഗൈസ്. നമ്മൾ ആദ്യം പറഞ്ഞ റിസോർട്ട് വന്നിട്ടാണ് ഗൈസ്. ഫുഡിൻ്റെ സ്ഥലം റിസോർട്ടാണ് വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇതായിട്ട് വർക്ക്ഷോപ്പാണ്. ഞാൻ ഫുഡാന്ന് വിചാരിച്ച് അടിച്ചു കയറി വന്നത്. ഗൈസ് പോവാ, ഫുഡാന്ന് വിചാരിച്ച് വന്നേ ഗൈസ്. ഫുഡല്ല, വർക്ക്ഷോപ്പായിരുന്നു. ഫോണൊന്നും നോക്കിയില്ല, കയറി വന്നു ഗൈസ്. അപ്പം നമ്മൾക്ക് ഫുഡൊന്നും കിട്ടാതെ ഇങ്ങനെ വരാൻ നേരത്ത് ഗൈസ് ഞാനിങ്ങനെ വെറുതെ ഒന്ന് പൊക്കി നോക്കിയതാണ് ഗൈസ്. എൻ്റെ ഭംഗിയുണ്ടോ ഗൈസ്, നമ്മൾ വരുന്ന വഴിയുടെ ഭംഗിയുണ്ടോ ഗൈസ്, കൊക്കിലോട്ട് നോക്കുമ്പോൾ ഭംഗിയുണ്ടോ ഗൈസ്. അത് നിങ്ങളെ കാണിക്കാതെ വിചാരിച്ചു വന്നേ. ഇത്ര നേരം ഞാൻ പോസ്റ്റാക്കി വെച്ചിരുന്നായിരുന്നു വീഡിയോ ഗൈസ്. അതാണ് ഒരു കട്ട് പോലെ വന്നത് ഗൈസ്. ഓ ഭംഗിയുള്ള സ്ഥലമല്ലേ, നോക്കി ഗൈസ്. ആ ചുരമൊക്കെ നോക്കി ഇറങ്ങുന്ന ജിന്ന് പോകുന്ന തന്നെ കാണാൻ ഒരു ലുക്കില്ലേ ഗൈസ്. ഞാൻ ഇങ്ങനെ ഇട്ട് പോയിക്കൊണ്ടിരുന്നേ, കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ കയറാൻ വേണ്ടി ഗൈസ്. അമ്മാരി വിഷന്ന് കണ്ണ് കാണാൻ വയ്യ. അതേ അങ്ങനത്തെ രീതി വന്നുകൊണ്ടിരിക്കാൻ നേരത്താണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും നിങ്ങളെ കാണിക്കാം എന്ന് പറഞ്ഞ് വന്നതാണ് ഗൈസ്. വണ്ടിക്കകത്ത് പിള്ളേരൊക്കെ ഫുള്ള് പാട്ടും മേളമൊക്കെ ചെവി കേൾക്കാൻ വയ്യ ഗൈസ്. പാട്ട് വേണം പറഞ്ഞ് ഫുള്ള് പാട്ടും മേളമൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ അയക്കുന്നില്ല, ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറ്റാം. അപ്പോൾ എന്നിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. അപ്പോൾ വണ്ടി നേരെ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് വല്ലതും പിടിക്കാം ഗൈസ്. വിശക്കുന്നു ഗൈസ്, നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പിടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒത്തിരി ദൂരം ഓടി ഗൈസ്. അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എന്ന് വെച്ചാൽ ചുരോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനാണ്ടൊക്കെ ഇറങ്ങിയ ഗൈസ്. എങ്ങനാണ്ടൊക്കെയാണ് ആ ചുരമൊക്കെ ഇറങ്ങി വന്ന ഗൈസ്. എന്തായാലും വണ്ടിയുടെ ആ പൊടിയുടെ അത് കണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും വണ്ടി ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനത് പോയി ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടനായിട്ട് നമ്മൾ ഇടും ഗൈസ്. നമ്മൾ ഊട്ടിയിലുള്ളൊരു ഹോട്ടലിലാണ്. അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ നമ്മളെത്തി. ഊട്ടി ട്രിപ്പായിരുന്നു. ഊട്ടിയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെടുത്ത. അത് ഊട്ടി എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഊട്ടി എത്തിയതും ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഊട്ടീൻ്റെ ഫസ്റ്റ് തുടക്കമാണ് ഫുഡ് കഴിക്കൽ. പിന്നെ അതിൻ്റെ പാർട്ട് 2 ഒക്കെ ഉടനെ ഇടുന്നതാണ് ഗൈസ്. ബൈ ബൈ.